നമസ്കാരം. ഇന്ത്യയിൽ ആപ്പിളിന്റെ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാനുള്ള തീരുമാനത്തിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ തീരുമാനത്തിൽ പിന്നോട്ടില്ലെന്ന് ആപ്പിൾ അറിയിച്ചിരിക്കുകയാണ്. നിക്ഷേപ പദ്ധതികളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ആപ്പിൾ ഇന്ത്യൻ സർക്കാരിന് ഉറപ്പു നൽകിയതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയിലെ ആപ്പിളിന്റെ നിക്ഷേപ പദ്ധതികളിൽ ഒരു മാറ്റവുമില്ല. ഇന്ത്യ ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഉപയോഗിക്കുന്നതിനുള്ള പ്രതിബദ്ധത കമ്പനി ഇന്ത്യൻ സർക്കാരിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഖത്തറിലെ ദോഹയിൽ നടന്ന ഒരു ബിസിനസ് പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ CEO ടിം കുക്കിനോട് ഇന്ത്യയിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചതായി വെളിപ്പെടുത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനെതിരെ ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആപ്പിളിന്റെ അമേരിക്കയിലെ അവരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും US പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. അതേസമയം ടെക് ഭീമന്മാരായ ആപ്പിൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് നിരവധി ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നും ഇന്ത്യക്ക് വേണമെങ്കിൽ സ്വയം ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം താരിഫ് വർദ്ധിപ്പിച്ചതോടെ US-ലേക്കുള്ള ഐഫോൺ ഇറക്കുമതി കമ്പനിക്ക് ഇരട്ടി ഭാരമാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യക്ക് 26% US നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഐഫോണിന്റെ 90% ഉൽപാദനവും നടക്കുന്ന ചൈനയ്ക്ക് 125% താരിഫാണ് US പ്രഖ്യാപിച്ചത്. അതേസമയം ആപ്പിളിന്റെ നിലവിൽ ഇന്ത്യയിൽ 3 പ്ലാന്റുകളാണ് ഉള്ളത്. 2 തമിഴ്നാട്ടിലും 1 കർണാടകയിലുമാണ്. ഇവയിൽ ഒന്ന് ഫോക്സ്കോണും മറ്റൊന്ന് ടാറ്റ ഗ്രൂപ്പുമാണ് നടത്തുന്നത്. രാജ്യത്ത് 2 ആപ്പിൾ പ്ലാന്റുകൾ കൂടി നിർമ്മിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. മാർച്ചിൽ അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ $22 ബില്യൺ ഐഫോണുകൾ അസംബിൾ ചെയ്തിരുന്നു. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 60% കൂടുതലാണ് ഇത്. വെബ് ഡെസ്ക് തത്തുമൈ TV.